ഇവിടെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് വിശിഷ്ടമായ 2 മന്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബല, അതിബല എന്നിവയാണ് ആ മന്ത്രങ്ങൾ. വിശപ്പിനെയും ദാഹത്തെയും തടുക്കുവാനുള്ള അതിവിശിഷ്ടമായ മന്ത്രങ്ങളാണ് ഇവ. അപ്പം നമ്മൾ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും ഒന്നും അതിനൊരു തടസ്സമായി മാറരുത് എന്നിവിടെ പ്രതിപാദിക്കുകയാണ്. പിൽക്കാലഘട്ടത്തിൽ ബഹിരാകാശത്ത് പോയവരും പർവ്വത ആരോഹകരുമൊക്കെ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഫുഡ് പാർട്ടിക്കിൾ, അതായത് ആഹാര ഘടകങ്ങൾ വളരെ ചെറിയ വിധത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ടാബ്ലറ്റ്സുകളായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വലിയ ശ്രമകരമായ യത്നങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് വിശ്വാമിത്രൻ പകർന്നു കൊടുത്ത ബലയോട് അതിബലയോട് നമുക്ക് സാമ്യപ്പെടുത്താം. ആധുനിക കാലഘട്ടത്തിലെ ഒരു സാധാരണ മനുഷ്യന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ചായ വേണം, അത് കഴിഞ്ഞ് ഇഡലിയും സാമ്പാറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് വയറു നിറച്ച് ചോറും കറികളും വേണം, 4 മണിക്കും പിന്നെ രാത്രിയിലും വയറു നിറച്ച് വേണം. ഇപ്പം എന്ന പതിവ് ആഹാര പദ്ധതിക്ക് പകരം എന്ത് ഉദ്യമത്തിനാണോ നമ്മൾ പ്രാപ്തമായി മാറുന്നത് അതിൻ്റെ വിജയത്തിനു വേണ്ടിയുള്ള ഭക്ഷണക്രമങ്ങളെ ശീലിക്കണമെന്നാണ് ഇവിടെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ബല, അതിബല എന്നീ മന്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് വിശ്വാമിത്രൻ ഇവരെ കൊണ്ടുപോയിട്ടുള്ളത് അഹല്യയുടെ അരികിലേക്കാണ്, ഗൗതമാശ്രമത്തിലേക്കാണ് പോകുന്നത്. ഗൗതമൻ്റെ ശാപമേറ്റ് കല്ലായിത്തീർന്ന അഹല്യയെ അവർ കാണുന്നു. ഒരു വേള മനസ്സ് ഒന്ന് ചാഞ്ചല്യപ്പെട്ടു പോയതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ ആരാധകനായ, അധികാരത്തിൽ ഉന്മത്തനായ, ലോകത്തിൽ എന്ത് ഭംഗിയുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതെന്തും തൻ്റേതായി മാറണം എന്ന് ആഗ്രഹിച്ച ഇന്ദ്രൻ്റെ പ്രീണനകൾക്ക് വശംവദയായി മാറേണ്ടി വന്ന ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ ഒരു മുനിപത്നി ആയിരുന്നു അഹല്യ എന്ന് നമുക്ക് പറയാം. സീതയെയും താരയെയും മണ്ഡോദരിയെയും അഹല്യയെയും ദ്രൗപദിയെയും പഞ്ചരത്നങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗൗതമ മുനിക്ക് അഹല്യയെ നൽകിയത് ബ്രഹ്മദേവനാണ്. ഒരു മുനിയുടെ പത്നിയായി ഒരു സാധാരണഗതിയിൽ ആ ആശ്രമത്തിൽ മുനിയെ സേവിച്ചുകൊണ്ട് ജീവിച്ചു പോന്ന അഹല്യയ്ക്ക് ഇന്ദ്രൻ്റെ ആഗമനവും ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച പരിഗണനയും സംരക്ഷണവും സ്നേഹവും ഒക്കെ അഹല്യ എന്ന സ്ത്രീയെ വല്ലാതെ ഉന്മത്തയാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദ്രൻ ബാലി സുഗ്രീവന്മാരെ വളർത്താൻ ഏൽപ്പിച്ചത് ഈ സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് ഗൗതമാശ്രമത്തിലാണ്, അഹല്യയാണ് ഏൽപ്പിച്ചത്. ഇന്ദ്രൻ ഒരിക്കൽ കാമപരവശനായി അഹല്യയുടെ അരികിലേക്ക് വന്നെത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നേരം പുലരുന്നതിന് വേണ്ടി ഇന്ദ്രൻ ചില സൂചനകൾ ഗൗതമ മഹർഷിക്ക് നേരം പുലർന്നു എന്ന് പുലരാറായി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അതിന് ഒരു കോഴിയുടെ ശബ്ദത്തിൽ കൂകി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നേരം പുലരാറായി എന്ന് ചിന്തിച്ചുകൊണ്ട് ഗൗതമ മുനി എഴുന്നേറ്റ് സ്നാന ആചമനാദികൾക്ക് വേണ്ടി പോകുമ്പോൾ ദേവേന്ദ്രൻ അഹല്യയുടെ അരികിലേക്ക് എത്തുകയും അഹല്യയുടെ സൗന്ദര്യത്തെ ആവോളം നുകരുകയും ചെയ്യുന്നു. ദേവേന്ദ്രൻ്റെ പരിഗണനയും സ്നേഹവും അതിൽ വല്ലാതെ ഭ്രമിച്ചുപോയ ആ മുനിപത്നി അഹല്യ അതിൽ വശംവദയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നേരം പുലർന്നില്ല എന്ന് കണ്ട് ഗൗതമ മുനി തിരികെ എത്തുമ്പോൾ തൻ്റെ ഭാഗത്ത്
അഹല്യയോടൊപ്പം ഗൗതമമുനി തിരികെ എത്തുമ്പോൾ അഹല്യയോടൊപ്പം സഹശയനം ചെയ്യുന്ന ദേവേന്ദ്രനെയാണ് കാണുന്നത്. ആ ദേവേന്ദ്രനെ ഗൗതമ മഹർഷി ശപിക്കുന്നു. ഒരു നിമിഷത്തെ പരിഗണനയ്ക്ക് വേണ്ടി സ്വധർമ്മം നഷ്ടപ്പെട്ടു പോയ അഹല്യ ജീവിതത്തിലെ എല്ലാവിധത്തിലുമുള്ള വികാര വിചാരങ്ങളെയും ഉള്ളിലൊതുക്കി ഒരു ശില പോലെ കഴിഞ്ഞുകൂടണം എന്ന് ശപിക്കുകയും ചെയ്യുന്നു. ഇവിടെ അഹല്യയുടെ കഥ നമ്മൾ പറയുമ്പോൾ അഹല്യയെ രൂപത്തിലൊരു കല്ലായിട്ടാണ് പലരുമൊക്കെ പ്രതിപാദിച്ചു പോകുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാ വികാരങ്ങളെയും, ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ടുന്ന എല്ലാ വികാരങ്ങളെയും തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു ശിലയുടെ അവസ്ഥയ്ക്ക് തുല്യമാണ്. ആ അവസ്ഥയിൽ നിന്ന് അഹല്യ മോചിക്കപ്പെടണമെങ്കിൽ ശ്രീരാമചന്ദ്രൻ അഹല്യയുടെ അരികിലെത്തുകയും അഹല്യയ്ക്ക് മാപ്പ് നൽകുകയും ചെയ്യണം, അഹല്യയെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് ഗൗതമ മുനി അഹല്യയ്ക്ക് മാപ്പ് നൽകുന്നത് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ അഹല്യ സ്ത്രീയിൽ നിന്ന് കല്ലിലേക്കും കല്ലിൽ നിന്ന് അഹല്യയിലേക്കും രൂപാന്തരപ്പെട്ടത് അഹല്യയുടെ മാനസികമായ ജീവിതത്തിലെ അവസ്ഥകളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് അഹല്യാമോക്ഷം ഏറ്റവും ശ്രേഷ്ഠതമമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇവിടെ പ്രകൃതിയുമായി ചേർത്ത് പറഞ്ഞാൽ ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ എന്നാണ്. ഹല്യ എന്ന് പറഞ്ഞാൽ കലപ്പയാൽ ഉഴുതുമറിക്കപ്പെടുന്ന മണ്ണ്. അഹല്യ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ സാന്നിധ്യമില്ലാത്ത മരുഭൂമി പോലെ കിടക്കുന്ന മണ്ണെന്നാണ്. മരുഭൂമി പോലെ കിടക്കുന്ന ഒരു മണ്ണിൽ ഒരു കൃഷിക്കാരൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ, സൂര്യരശ്മിയുടെ പ്രഭാവം അവിടെ ഏൽക്കുമ്പോൾ അത് ഈശ്വരീയതയുടെ സാന്നിധ്യമായി മാറുകയും ആ അഹല്യയ്ക്ക് ആ ഊഷരഭൂമി ഉർവരഭൂമിയായി, മരുഭൂമി പോലെ കിടക്കുന്ന ഭൂമി ഫലസമ്പുഷ്ടമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് അഹല്യാമോക്ഷത്തിലൂടെ പ്രതിപാദിക്കാനുള്ളത്.